കാഴ്ചയില്ല എന്ന് വന്നാൽ നിനക്ക് കണ്ണിന്റെ കാഴ്ച തന്ന റബ്ബ് തആല ഇല്ലയോ? കോടാനുകോടി സെല്ലുകൾ കണ്ണിലൂടെ റബ്ബ് തആല തന്നിട്ട് എത്ര ആളുകൾ ഇവിടെ കണ്ണ് കാണാത്തവരുണ്ട്. നമുക്ക് കണ്ണിന്റെ കാഴ്ച തന്നവനാരാണ്? ഈ കണ്ണുകൊള്ളേ 24 മണിക്കൂറില് ഒരു 24 മിനിറ്റ് വേണ്ട, ഒരു 2 മിനിറ്റ് നീ ഖുർആനിനെ നോക്കിയിട്ടുണ്ടോ? ഖുർആനിനെ നോക്കാൻ മനസ്സ് കാണിക്കണം. അറിയുന്നവർ ഓതണം, അറിയാത്തവർ നോക്കിയിരിക്കണം. അടുത്ത് മക്കളെയും പുള്ളിമക്കളെയും വിളിച്ചിട്ട് ഖുർആൻ ഓതിപ്പിക്കണം. ഓരോ ദിവസവും ഖുർആൻ ഓതണം. യാസീനുകൾ ഓതാത്ത ദിവസമുണ്ടാകരുത്. ഖൽബുൽ ഖുർആൻ, ഖുർആന്റെ ഖൽബാണ് യാസീൻ. യാസീൻ ഓതണം. ഖുർആനുകൾ അത് അല്ലാഹുവിനോടുള്ള ഹുബ്ബിന്റെ അടയാളമാണ്, റബ്ബിനോടുള്ള ഇഷ്ടത്തിന്റെ അടയാളമാണ്. അല്ലാഹ് അവനോട് ഹുബ്ബുണ്ടോ? അല്ലാഹുടെ ഹുബ്ബുള്ളതിന്റെ അടയാളമാണ് അർളിദാ ബിഖളാഇല്ലാഹി വഖദരിഹി വർള ബിമാ ഖസമല്ലാഹു ലക് തകുൻ അഗ്നന്നാസ്. അല്ലാഹു തന്നത് കൊണ്ട് പൊരുത്തപ്പെടുക, അല്ലാഹുവിന്റെ ഖദർ കൊണ്ട് പൊരുത്തപ്പെടുക, അല്ലാഹുവിന്റെ ഖളാ കൊണ്ട് പൊരുത്തപ്പെടുക. അതത്ര ചെറിയ വിഷയമല്ല. അല്ലാഹുടെ ഹുബ്ബുള്ളവർക്ക് മാത്രമാണ് സാധിക്കുക. അല്ലാഹു മക്കളെ തന്നാൽ അത് സന്തോഷമാണ്, തന്നില്ലയോ അത് സന്തോഷമാണ്. കച്ചവടമുണ്ടോ സന്തോഷമാണ്, ഇല്ലയോ സന്തോഷമാണ്. ആരോഗ്യമോ സന്തോഷമാണ്, രോഗമോ സന്തോഷമാണ്. എല്ലാത്തിലും പൊരുത്തപ്പെടുന്നവരാരോ അങ്ങനെയുള്ളവർ അല്ലാഹുടെ ഹുബ്ബുള്ളവരാണ്. അവർ നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ ഖാലിഖായ റബ്ബുൽ ഇസ്സത്തിനെ കണ്ട് ആസ്വദിക്കുന്നവരാണ്. സ്വർഗത്തിന്റെ സന്തോഷം ഹൂറുല്ലീങ്ങളല്ല, സ്വർഗത്തിന്റെ സന്തോഷം കള്ളല്ല, സ്വർഗത്തിന്റെ സന്തോഷം മറ്റേതുമല്ല. സ്വർഗത്തിന്റെ ഏറ്റവും വലിയ സന്തോഷം ഖാലിഖായ റബ്ബുൽ ഇസ്സത്തിന്റെ ലിഖാ. അല്ലാഹുവിനെ കണ്ടവർക്ക് മറ്റേതും വേണ്ട. സ്വർഗത്തിൽ കൂടുതലുമുള്ളത് ബുദ്ധിമാന്ദ്യതയുള്ളവരാണ്, ഭ്രാന്തന്മാരാണ് സ്വർഗത്തിൽ കൂടുതലും ഉണ്ടാവുക. അവർക്ക് ഏറ്റവും രസമുള്ളത് പടച്ചു പരിപാലിച്ച റബ്ബിനെ കാണലാണ്. അവർക്ക് ഹൂറുല്ലീങ്ങളെ കണ്ടുകൊണ്ടിട്ടല്ല, അവർക്ക് സ്വർഗത്തിന്റെ കള്ളിലല്ല, അവർക്ക് സ്വർഗത്തിന്റെ കൊട്ടാരങ്ങളിലല്ല. സ്വർഗത്തിൽ അതെല്ലാം ഉണ്ട്. സ്വർഗത്തിൽ ആരും തൊട്ടിട്ടില്ലാത്ത പെണ്ണുണ്ട്. സ്വർഗത്തിൽ ഹൂറുല്ലീങ്ങളുണ്ട്. സഹോദരിമാർക്ക് കല്യാണം കഴിക്കാത്ത ഔലിയാക്കളുണ്ട്, കല്യാണം കഴിക്കാത്ത യുവാക്കളുണ്ട്, സൗന്ദര്യന്മാരായ യുവാക്കളുണ്ട്. അങ്ങനെ സുഖലോക സ്വർഗത്തിലെല്ലാം ഉണ്ട്. സ്വർഗത്തിൽ രോഗമില്ല, സ്വർഗത്തിൽ കാട്ടിക്കലില്ല, സ്വർഗത്തിൽ മൂത്രമൊഴിക്കലില്ല, സ്വർഗത്തിൽ പനി പിടിക്കലില്ല, സ്വർഗത്തിൽ അസൂയയില്ല, സ്വർഗത്തിൽ അഹങ്കാരമില്ല, സ്വർഗത്തിൽ പകയില്ല. സ്വർഗത്തിലെത്തിയാൽ സലുല്ലാഹ് ജന്നത്തുൽ ഫിർദൗസ്, അല്ലാഹുവിനോട് ജന്നാത്തുൽ ഫിർദൗസ് ചോദിക്കണം. അതാണ് ഹബീബ് തങ്ങളുള്ള സ്വർഗം, ഹബീബ് തങ്ങളുടെ കല്യാണമുള്ള സ്വർഗം, ഖാലിഖായ റബ്ബുൽ ഇസ്സത്തുള്ള സ്വർഗം. ആ സ്വർഗം കിട്ടണോ? അല്ലാഹുവിന്റെ ഖദർ ഖളാ കൊണ്ട്, അവന്റെ തീരുമാനം കൊണ്ട് കോടീശ്വരൻ പാപ്പരനാകാം, പാപ്പരൻ കോടീശ്വരനാകാം. സൗന്ദര്യമില്ലാത്തവന് സൗന്ദര്യം വരാം, ഉള്ളവന്റെ സൗന്ദര്യം പോകാം. റബ്ബ് തആല തന്നതെന്തോ അതുകൊണ്ട് പൊരുത്തപ്പെടുന്നവർ അവർ അല്ലാഹുവിനെ ഹുബ്ബ് വെച്ചവരാണ്. മക്കൾ മരിച്ചിട്ടവർക്ക് ആവലാതിയില്ല,
വീടിന് തീ പിടിച്ചിട്ടവർക്ക് ആവലാതിയില്ല. പണിക്കാരുത്തിയായ പെണ്ണിന്റെ കയ്യിൽ നിന്ന് തീക്കട്ട വീണിട്ട് പിഞ്ചുവൈതൽ മരിച്ചിട്ട് ഒരു വാക്ക് പോലും എതിർത്ത് പറഞ്ഞിട്ടില്ല. അടിമപ്പെണ്ണിനെ ഒഴിവാക്കി കളഞ്ഞതല്ലാതെ, മോചനം ചെയ്തതല്ലാതെ ഒരു വാക്ക് പോലും ആ പെണ്ണിനെതിരെ പറഞ്ഞില്ല. മക്കളെ തന്നവനവനാണ്, ഹുവൽ മുഅ്തി, അവനാണ് മക്കളെ തരുന്നവൻ, അവനാണ് മക്കളെ കൊണ്ടുപോകുന്നവൻ. മുസ്ലിം തങ്ങളുടെ ചരിത്രമറിയില്ലേ? പിഞ്ചു പൈതൽ മരിച്ചു കിടന്നിട്ട്, ഭർത്താവോട് കൂടെ കിടന്നിട്ട്, സംയോഗത്തിലേർപ്പെട്ടിട്ട് പിഞ്ചു പൈതൽ മരിച്ച വിവരം പറഞ്ഞില്ലല്ലോ. ആ സങ്കടം ഹബീബ് തങ്ങളോട് പറഞ്ഞപ്പോ അന്നത്തെ രാത്രിയുടെ ബന്ധപ്പെടലിന് ദുആ ചെയ്തു പോയി. മുഹമ്മദുർ റസൂലുള്ളാഹ് 10ഓളം ബറക്കത്താക്കപ്പെട്ട കുട്ടികളിൽ ഒരു കുട്ടിയാണ് അന്ന് പറന്ന ആ ബന്ധപ്പെടലിലൂടെ പറന്ന പൊന്നുമോന്. അതായത് അള്ളാഹുവിന്റെ വിധിയെന്നോണം പിഞ്ചു പൈതൽ യാത്ര പോയിട്ടും ഒച്ചപ്പാടുകളോ ബഹളങ്ങളോ പൊട്ടിക്കരച്ചിലുകളോ ഇല്ലല്ലോ. തന്നവൻ അല്ലാഹുവാൻ, തിരിച്ചു വാങ്ങുന്നവനും അല്ലാഹുവാൻ. അല്ലാഹുവിന്റെ ഖദർ ഖലാ കൊള്ളേ ലോകത്തിന്റെ നേതാവിന്റെ പൊന്നുമക്കൾ, ആൺമക്കൾ ചെറുപ്രായത്തിലെ ഹബീബിനെയും വിട്ടുപോയില്ലേ? ഹബീബ് തങ്ങളെ പിഞ്ചുമക്കളതാ ലോകത്ത് അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള റസൂലുള്ളാഹ് എത്രയോ 1000 കൊല്ലങ്ങൾക്ക് മുമ്പ് അള്ളാന്റെ റസൂലിന്റെ നൂറ് വടക്കപ്പെട്ടിട്ടുണ്ട്. കോടാനു 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 കൊല്ലം മുമ്പ് റബ്ബ് തആല ഹബീബിന്റെ നൂറ് നക്ഷത്രമായി പടച്ചു വെച്ചിട്ടുണ്ട്. ജിബ്രീലിനെ പടക്കുന്നതിന് മുമ്പ്, ഭൂമി പടക്കുന്നതിന് മുമ്പ്, ആകാശം പടക്കുന്നതിന് മുമ്പ് റബ്ബ് തആല പടച്ചിട്ടുണ്ട് നൂറ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള നബി തങ്ങൾ, ആ നബി തങ്ങളുടെ പൊന്നുമക്കൾ ഹബീബിനെയും വിട്ട് യാത്ര പോയില്ലേ? മരണമെന്നുള്ളത് അത് റബ്ബിന്റെ കോപത്തിന്റെ ലക്ഷണമല്ല, അതൊരു പരീക്ഷണത്തിന്റെ ഭാഗമാണ്. അള്ളാഹുവിന്റെ ഖദർ ഖലാ കൊണ്ട് പൊരുത്തപ്പെടുന്നവർ അള്ളാഹുവിനെ ഹുബ്ബ് വെച്ചവരാണ്. അല്ലാ ഞങ്ങൾക്കെല്ലാവർക്കും നീ ഖൈർ നൽകണം അല്ലാ. നമ്മുടെ ജമാഅത്തിൽപ്പെട്ട ബീട്ടികയിലെ സിദ്ദീഖിന്റെ 3 വയസ്സ് തികഞ്ഞിട്ടില്ലാത്ത പൊന്നുമോന് അപകടത്തിൽ വെച്ച് ലോകത്തോട് വിട പറഞ്ഞുപോയി. അല്ലാഹ് ആ പൊന്നുമോന് ഉമ്മാനെ ഉപ്പാനെ കുടുംബത്തെ സ്വർഗത്തിലേക്ക് എത്തിക്കുന്ന പൊന്നുമോനാക്കണം അല്ലാഹ്. നൊന്തുവൻ പ്രസവിച്ച ഉമ്മാക്ക്, പോറ്റി വളർത്തിയ ഉപ്പാക്ക്, ആ കുടുംബത്തിന് സ്വർഗത്തിലേക്കുള്ളൊരു മുത്തായി ആ പൊന്നുമോനെ നീ കബൂലാക്കണം അല്ലാഹ്. അദ്ദേഹത്തിന്റെ ഉപ്പ ഇന്നലെ പോയപ്പോ പറയണ്ടായ ഉസ്താദെ, ഏത് ഖബർസ്ഥാനി പള്ളി കണ്ടാലും അസ്സലാമു അലൈക്കും പാപ്പ എന്ന് പറഞ്ഞിട്ടാണ്. ഏത് പള്ളിന്റെ അടുത്ത് പോകുമ്പോഴും ഖബറാളികൾക്ക് സലാം ചൊല്ലുന്നുണ്ട് ആ 3 വയസ്സുകാരൻ, ബിസ്മി ചൊല്ലുന്നുണ്ട് ആ 3 വയസ്സുകാരൻ. ഒരാഴ്ച മുമ്പ് ഉപ്പാട് പറഞ്ഞത്ര ഇവിടെ പോലീസ് വിളിക്കുന്നുണ്ട്, സംസാരിക്കുന്നത് കാണിച്ചു കാണുന്നു പലരും. അതാ ഉപ്പ പറഞ്ഞു കരയാണ്, ഒരാഴ്ച മുമ്പേ പറഞ്ഞിട്ടുള്ളൂ ഇവിടെ പോലീസ് വിളിക്കുമെന്ന്. വീട്ടിൽ പോലീസ് വന്നുപോയി. പിഞ്ചുമക്കളതാ അള്ളാഹു തരുന്ന അനുഗ്രഹമാണ്. അവർ യാത്ര പറയുമ്പോ മനസ്സിന് സങ്കടമാണ്, യാതനയാണ്, വേദനയാണ്. പക്ഷേ പിഞ്ചുമക്കൾ മരിച്ചുപോയാൽ സുഖലോക സ്വർഗത്തവരുടെ നേതാവ് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം അവരുടെ കൂടെ സുഖലോക സ്വർഗത്തിലാണ് ആ പൊന്നുമക്കൾ. ആ മക്കൾ ഉമ്മാനെ വിട്ടേച്ച് സ്വർഗത്തിൽ പോവില്ല, ഉപ്പാനെ ഒഴിവാക്കിയിട്ട് സ്വർഗത്തിൽ പോവില്ല. അല്ലാഹ് സിദ്ദീഖിന്റെ പൊന്നുമോൻ
ആ കുടുംബത്തിന് മുഴുവനും സ്വർഗത്തിലേക്കുള്ള സ്വത്തായി നീ കബൂലാക്കണം അല്ലാ. അദ്ദേഹം പറഞ്ഞത് ഞങ്ങൾക്കൊക്കെ ക്ഷമിക്കാം. ആ പൊന്നുമോന്റെ കേട്ട സഹോദരനുണ്ട്, രാവിലെ ഷൂട്ടിറങ്ങിയിട്ടുണ്ട്, അവനെ കാണാൻ പോകാം, അവനെ പള്ളിയിൽ പോയി വിളിച്ചു കൊണ്ടുവരാമെന്ന് പറഞ്ഞ് രാവിലെ ഷൂട്ടിറങ്ങിയിട്ടുണ്ട്. എന്തു പറഞ്ഞിട്ടും കേൾക്കുന്നില്ല. അവന്റെ മുകളിലിട്ട മണ്ണെടുത്തിട്ട് അവനെ കൊണ്ടുവരാമെന്ന് ഇവൻ പറയുന്നുണ്ട്. അവന് ക്ഷമ കിട്ടാൻ ദുആരക്കണമെന്ന് പറയുകയാണ്. അല്ലാ അല്ലാ, ആ കുടുംബത്തിന് നീ ക്ഷമ നൽകണേ അല്ലാ. ഈ മജ്‌ലിസിന്റെ സന്തോഷം, ഈ മജ്‌ലിസിൻ നൂറിന്റെ സന്തോഷം, ആ പൊന്നുമോന് ഷഹീദായ പ്രതിഫലത്തിന്റെ സന്തോഷം ആ ഉമ്മക്കും ബാപ്പക്കും കുടുംബത്തിനും നീ ദുനിയാവിലും ആഖിറത്തിലും പകരം കൊടുക്കണമല്ലാ. പകരം അവർക്ക് സ്വാലിഹീങ്ങളായ മക്കളെ കൊടുക്കണമല്ലാ. മുഅ്മിനീങ്ങളെ, അവരുടെ പിഞ്ചുപൈതലിന്റെ സ്ഥാനത്ത് നമ്മുടെ മക്കളെ ഒന്ന് ആലോചിച്ചു നോക്ക്. ഒരുപ്പ പോറ്റി വളർത്തിയ പൊന്നുമക്കൾ പെട്ടെന്ന് നമ്മുടെ മദ്യത്തിന് എണീച്ചിട്ട് ഓടിയിട്ട് പോയ പോലെ പലരും പറഞ്ഞും മരിച്ചു കിടക്കുന്നത് കണ്ടിട്ട് മരിച്ചു കിടക്കുകയാണെന്ന് തോന്നുന്നില്ല. വലിയ പരിക്കുകൾ എവിടെയും കാണുന്നില്ല. അല്ലാ, ആ കുടുംബത്തിന് നീ ഖൈർ നൽകണം അല്ലാ. പകരം സ്വർഗം നൽകണേ അല്ലാ. ഞങ്ങളുടെ മക്കളെയും കുടുംബത്തെയും നീ കാക്കണം അല്ലാ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആ സഹോദരൻ സംസാരത്തിനിടയിൽ പറഞ്ഞു, അൽഹംദുലില്ലാ 2 മക്കളുണ്ടായി, അല്ലാഹു ഒരുവനെങ്കിലും ബാക്കിയാക്കിയല്ലോ. അല്ലാ, അവരുടെയും ഞങ്ങളുടെയും മക്കളെ ദുനിയാവെന്നും ആഖിറത്തുന്നും ഗുണം കിട്ടുന്ന മക്കളാക്കണം അല്ലാ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ക്ഷമിക്കണം മുഅ്മിനീങ്ങളെ, റബ്ബ് തആല ഒന്നും അറിയാത്തവനല്ല. അവൻ കാരുണ്യവാനാണ്, അവൻ മക്കളെ കൊടുക്കുന്നവനാണ്, അവൻ സമ്പത്ത് കൊടുക്കുന്നവനാണ്. ഇന്നല്ലാഹ യർസുഖു മൻ യശാ ബിഗൈരി ഹിസാബ്. എല്ലാം നൽകുന്നവനവനാണ്, എല്ലാം തിരിച്ചെടുക്കുന്നവനവനാണ്. ഞാനും നിങ്ങളും റബ്ബിലേക്ക് യാത്ര പോകേണ്ടവരാ. ജീവിതം നന്നാക്കണം അല്ലാ, മരണം നന്നാക്കണം അല്ലാ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മുഅ്മിനീങ്ങളെ, നമ്മൾ സബറുള്ളവരാകണം, ക്ഷമയുള്ളവരാകണം. ജീവിതത്തിൽ എവിടെയും ക്ഷമ കൈവിട്ടു പോകാൻ പാടില്ല. നല്ല ക്ഷമ ഉണ്ടാകണം. ഏതവസരത്തിലാണെങ്കിലും ക്ഷമ നമ്മൾ കൈവിട്ടു പോകരുത്. നമ്മുടെ മഹാന്മാർ, ഇന്നലെ ഒരാൾ പറഞ്ഞു, പള്ളിയിൽ നിന്നിരുന്നൊരു സൂഫിയായ മുഷാവറ അംഗമായിരുന്നൊരു മനുഷ്യനെ നാട്ടുകാർ പോയി പലതും പറയുന്നതിനിടയിൽ ആ ഉസ്താദ് അവർകൾ കരഞ്ഞുപോയി. എങ്ങനെ കരഞ്ഞുപോയി? ഒരു വാക്ക് പോലും തിരിച്ചു പറഞ്ഞില്ല എന്നാണ്. നല്ലോണം ക്ഷമയുണ്ടാകണം. ഉമ്മയോട് ഉപ്പയോട് കടുപ്പമുള്ള വാക്കിൽ സംസാരിച്ചു പോകരുത്. ഉമ്മമാരക്രമം ചെയ്താൽ പോലും ഉമ്മമാരും ഉപ്പമാരും ശ്രദ്ധിക്കണം. മക്കളുടെ ഇടയിൽ നീതി പാലിക്കാൻ ശ്രമിക്കണം. ആൺമക്കളെയും പെൺമക്കളെയും ഒക്കെ എല്ലാവരെയും നല്ല രൂപത്തിൽ സ്നേഹിക്കണം. ആരെയും അധികമോ കുറവോ ആക്കി കളയരുത്. നീതി ജീവിതകാലത്തിൽ സ്വത്ത് ഓഹരി വെക്കുന്നുണ്ടെങ്കിൽ പോലും നീതിയായ രൂപത്തിലായിരിക്കണം അത് വെക്കേണ്ടത്. അതെല്ലാം ഉമ്മമാരും ഉപ്പമാരും വളരെ ജാഗ്രതയോടെ കൈകാര്യം ചെയ്യുന്നവരാകണം. മക്കളെ, ഉമ്മാര് തെറ്റ് ചെയ്താലും കുറ്റം ചെയ്താലും ഹബീബ് തങ്ങളോട് ചോദിക്കുകയാണല്ലേ നബിയേ, ഉമ്മയും ഉപ്പയും ഇങ്ങോട്ട് ആക്രമിച്ചാൽ ഹബീബ് തങ്ങൾ 3 തവണ പറഞ്ഞു, ഉമ്മയും ഉപ്പയും ഇങ്ങോട്ട് ആക്രമിച്ചാൽ പോലും അവരോട് ഒരു വാക്ക് പറയാൻ നമുക്ക് കഴിയില്ല. എന്നാലും ഉമ്മ മക്കളെ ശപിച്ചു പോകരുത്. ഉപ്പ മക്കളെ വെറുത്തു പോകരുത്. മക്കളെ ഒഴിവാക്കി കളയരുത്. മരിച്ചാൽ എന്റെ മയ്യത്ത് കാണണ്ടാണ് പറയരുത്. എനിക്കങ്ങനൊരു മോനില്ലാണ് പറയരുത്. എനിക്കങ്ങനെ ഒരു മോളില്ലാണ് പറയരുത്. എല്ലാ തെറ്റുകളും പൊറുക്കുന്ന റബ്ബ് തആല
അവനല്ലേ നമ്മുടെ ഉടമ. ആ റബ്ബ് നമുക്ക് എത്ര മാപ്പ് തരുന്നുണ്ട്, ആ റബ്ബ് നമുക്ക് എത്ര സ്വീകരണം തരുന്നുണ്ട്, ആ റബ്ബ് നമുക്ക് എത്ര നിഅമത്തുകൾ തരുന്നുണ്ട്. ഉമ്മാ, നിങ്ങൾക്ക് വലിയ സ്ഥാനമാനങ്ങളുണ്ട്, എന്നാലും മക്കളോട് നീതി ചെയ്തില്ല എന്ന് വന്നാൽ, ഉപ്പാ മക്കളോട് നീതി ചെയ്തില്ല എന്ന് വന്നാ റബ്ബ് തആല ചോദ്യം ചെയ്യാതിരിക്കില്ല. മക്കളെ, ഏത് സദസ്സിൽ പോകുമ്പോഴും ജീവനുള്ള ഉമ്മയും മരിച്ചുപോയ ഉമ്മയും ജീവനുള്ള ഉപ്പയും മരിച്ചുപോയ ഉപ്പയും എല്ലാവരെയും ഓർമ്മയിൽ ഉണ്ടാകണേ. ഫീ റിളൽ വാലിദൈൻ. ഉമ്മയും ഉപ്പയും നമുക്ക് ആനന്ദമാണ്. നിങ്ങൾ വീട്ടിലേക്കൊന്ന് പോയി, നിങ്ങൾക്ക് വിളിക്കാൻ ഒരു ഉമ്മ എന്ന് പറയുന്ന ഒരാള്, വീട്ടിലേക്ക് കടന്ന് ഉപ്പാന്ന് പറഞ്ഞ് വിളിക്കാൻ ഒരാള്, അവർ ഇല്ലാതിരിക്കുമ്പോഴാണ്, മരിച്ചു ഉമ്മ മയ്യത്തായി കിടക്കുമ്പോഴാണ്, ഉപ്പ മയ്യത്തായി കിടക്കുമ്പോഴാണ് ഉപ്പയുടെ മനസ്സ് നോവിച്ചവർ ഒന്ന് ആലോചിച്ചു നോക്ക്. അവർ ഇന്ന് 6 അടി മണ്ണിനടിയിൽ കിടക്കുകയാണെങ്കിൽ നമ്മുടെ ഉമ്മക്ക് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? നമ്മുടെ ഉപ്പക്ക് വേണ്ടി എന്ത് ചെയ്യാൻ കഴിയും? മരിക്കുന്നതിന് മുമ്പ് കഴിയുന്നതെല്ലാം ഉമ്മക്ക് ചെയ്തു കൊടുക്കാൻ മറക്കരുത്. മരണത്തിനു മുമ്പ് ഉമ്മയെ ഉംറക്കയക്കാൻ, വാപ്പയെ ഉംറക്കയക്കാൻ, അവരെ സിയാറത്തിനയക്കാൻ, അവർക്ക് ചെലവിന്റെ കാശ് കൊടുക്കാൻ, അവർക്ക് വസ്ത്രം വാങ്ങിച്ചു കൊടുക്കാൻ, അവർക്ക് പെരുന്നാളുകൾക്ക് ഗിഫ്റ്റുകൾ സമ്മാനങ്ങൾ കൊടുക്കാൻ. അത് ഭാര്യക്ക് മാത്രമുള്ളതല്ല സമ്മാനങ്ങൾ, ഭർത്താവിന് മാത്രമുള്ളതല്ല സമ്മാനങ്ങൾ. ആദ്യം കൊടുക്കേണ്ട സമ്മാനം ഉപ്പക്കാണ്, ഉമ്മക്കാണ്. പ്രവാസി സുഹൃത്തുക്കളെ, ഉമ്മയെ ഒഴിവാക്കിക്കളയല്ല, ഉപ്പയെ ഒഴിവാക്കിക്കളയല്ല. ചെറുപ്പക്കാരെ, ഉമ്മയെയും ഉപ്പയെയും ഒഴിവാക്കിയിട്ട് ജീവിതത്തിൽ ഒരു ബറക്കത്തുമില്ല കേട്ടോ. അല്ലാഹുവിന് ശുക്ർ ചെയ്യണം. അവന്റെ അടിമകളോട് റബ്ബ് തആല പറയാണ്, ഉമ്മാടും ഉപ്പാടും നന്ദിയുള്ളവരാകണം. ഉമ്മയും ഉപ്പയും വെറുത്തു കളഞ്ഞാൽ വസുഖ്തുഹു ഫീ സുഖ്തിഹിമാ, ഉമ്മ കോപിച്ചാൽ അല്ലാഹു അവനോട് കോപത്തിലാണ്. ഉപ്പ ദേഷ്യപ്പെട്ടാൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവനോട് ദേഷ്യത്തിലാണ്. അതുകൊണ്ട് ഉമ്മയും ഉപ്പയോടുമുള്ള സ്നേഹം അത് റബ്ബിനോടുള്ള സ്നേഹമാണ് കേട്ടോ. അല്ലാഹ് ഞങ്ങളുടെ ഉമ്മക്ക് ഉപ്പക്ക് നീ ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണമല്ലാ. മരിച്ചുപോയ ഉമ്മ, മരിച്ചുപോയ ഉപ്പ, അവരുടെ ഖബറിലേക്ക് ഈ സന്തോഷം നീ എത്തിച്ചു കൊടുക്കണമല്ലാ. അല്ലാഹുവിനോട് ഹുബ്ബുള്ളവരാകണം. അവന്റെ ഹബീബ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ ഹബീബ് തങ്ങളോട് ഇഷ്ടമുള്ളവരാകണം. അൽ മർഉ മഅ മൻ അഹബ്ബ. നമുക്ക് സ്നേഹിക്കാൻ പറ്റിയ ഇന്ന് സ്നേഹങ്ങൾ ചതിക്കുടികളാണ്. സ്നേഹങ്ങൾ സോഷ്യൽ മീഡിയ ഒക്കെ ഉപയോഗിക്കുന്നവർ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. വെറും ഒരു മുഖത്തിന്റെ ഫോട്ടോ കൊണ്ട് വേണ്ടാത്ത ക്ലിപ്പിങ്ങുകളിലേക്ക് സെറ്റ് ചെയ്തെടുക്കാൻ കഴിവുള്ള ഈ കാലഘട്ടത്തിൽ വളരെ ജാഗ്രതയോടെ കൈകാര്യം ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. സ്നേഹത്തിന്റെ പേരിൽ ചതിക്കുടികളാണ്, ആത്മഹത്യ ചെയ്യലാണ്. സഹോദരങ്ങളെ, ഈ സമുദായത്തിൽ ഈ ഇടക്കാലത്തൊന്നും കേട്ടിട്ടില്ലാത്ത ഒന്ന് സുസൈഡ് ചെയ്യുക, ആത്മഹത്യ ചെയ്യുക വൻപാപമാണ്, വലിയ തെറ്റാണ്, കുറ്റമാണ്. അതുകൊണ്ട് രക്ഷപ്പെടാൻ പോകുന്നില്ല. കടമാണെന്ന് പറഞ്ഞ് സുസൈഡ് ചെയ്യല്ല. സ്നേഹിച്ചവൻ കിട്ടിയില്ല, സ്നേഹിച്ചവൾ കിട്ടിയില്ല, അവൾക്ക് ഉദ്ദേശിച്ച കല്യാണം നടന്നില്ല, നീ ആത്മഹത്യ ചിന്തിച്ചു പോകണ്ട. അങ്ങനെ ചെയ്താ തീരുന്നതല്ല, ഖബറിൽ ശിക്ഷയാണ്, നരകത്തിൽ ശിക്ഷയാണ്, വലിയ അടങ്ങേറാ. ആത്മഹത്യയോടുകൂടെ തീരാൻ പോകുന്നില്ല. ചെറുപ്പക്കാരെ, തൽക്കാലം വേണമെങ്കിൽ നാട് വിട്ടോ,
സമ്പത്തുണ്ടാക്കിമെന്ന് കടം വീടിക്കോ. സഹോദര, അവളെ കാട്ടി നല്ല പെണ്ണ് നിനക്ക് റബ്ബ് തആല തരാതിരിക്കില്ല. സഹോദരി, അവനെ കാട്ടിയും നല്ല സ്നേഹിക്കുന്ന പുതിയാപ്പള നിനക്ക് തരാതിരിക്കില്ല. ജീവൻ എടുക്കാനുള്ളതല്ല, ജീവിക്കാനുള്ളതാണ് ജീവിതം. തീർത്തുകളയല്ല, സുസൈഡ് ചെയ്യാൻ ചിന്തിച്ചു പോകല്ല. അതൊരു നന്മയല്ല, അതൊരു ഇസ്സത്തല്ല, അതൊരു വിജയമല്ല. അത് ദുനിയാവിലും പരാജയം, ഖബറിലും പരാജയം, മഹ്ശറയിലും പരാജയം. നരകത്തിലേക്ക് ഇട്ട് വലിച്ചെറിഞ്ഞവനെ കത്തിക്കപ്പെടുകയാ. സുസൈഡിലൂടെ പരിഹാരമില്ല. ഓൺലൈൻ ഗെയിമിലൂടെ, ട്രേഡിംഗിലൂടെ, ബ്ലാക്ക് വഴിപാട്ട് ബിസിനസ്സുകളിലൂടെ എത്രയെത്ര ചെറുപ്പക്കാരാണ് കുടുംബ പ്രശ്നങ്ങളിലൂടെ, സംശയ രോഗങ്ങളിലൂടെ എത്തിപ്പെടുന്ന ആത്മഹത്യകൾ. കൗൺസിലിംഗിന് വിധേയമാക്കണം മുഅ്മിനീങ്ങളെ. കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യണം മുഅ്മിനീങ്ങളെ. അല്ലാഹുവിന് വേണ്ടി നോമ്പുകൾ നേർച്ച വെക്കണേ മുഅ്മിനീങ്ങളെ. ധാരാളം സുന്നത്ത് നിസ്കാരം വർദ്ധിപ്പിക്കണം മുഅ്മിനീങ്ങളെ. കോടാനുകോടി സ്വലാത്തുകൾ ചൊല്ലണം മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ. എന്നാൽ സുസൈഡ് ചെയ്യാൻ മനസ്സ് സമ്മതിക്കില്ല, ആത്മഹത്യ ചെയ്യാൻ മനസ്സ് സമ്മതിക്കില്ല. അങ്ങനെ ഒരു ചിന്ത പോലും നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരാൻ പാടുള്ളതല്ല. ഓൺലൈൻ ബിസിനസ്സുകാരോട്, ഗെയിമിലൂടെ പണമുണ്ടാക്കുന്നവരോട്, ബെറ്റിങ്ങിലൂടെ പണമുണ്ടാക്കുന്നവരോട്, വേണ്ടാത്ത കച്ചവടങ്ങൾ ചെയ്ത് കോടാനുകോടികൾ കടം വാരി വലിച്ചിടുന്നവരോട്, മുഅ്മിനേ, ഇത് ശാശ്വതമല്ല. കിട്ടുന്ന സമ്പത്ത് കൊണ്ട് വരിസ്കൻ ഹലാലൻ ത്വയ്യിബ, നല്ലത് മാത്രം സമ്പാദിച്ചെടുക്കുക. അല്ലാഹു ഉദ്ദേശിച്ച പെണ്ണല്ലാതെ കിട്ടാൻ പോകുന്നില്ല, അവൻ ഉദ്ദേശിച്ച ആണല്ലാതെ കിട്ടാൻ പോകുന്നില്ല. അതുകൊണ്ട് ആത്മഹത്യ ചിന്തിച്ചു പോകണ്ട. അതിൽ രക്ഷയില്ല, അത് വിജയമല്ല, അത് പരാജയമാണ്, അത് ശിക്ഷയാണ്, അത് നാണക്കേടാണ്, അത് ഇസ്സത്ത് കേടാണ്, അത് പരാജയമാണ്. ഖബറിലും ശിക്ഷ, മഹ്ശറയിലും ശിക്ഷ, നരകത്തിലും ശിക്ഷ. വലിയ ശിക്ഷയുടെ കൂമ്പാരങ്ങളാണ് ആത്മഹത്യയിലൂടെ അവൻ വാങ്ങിയെടുക്കുന്നത്. യാതൊരു കാരണം വന്നാലും അങ്ങനെ ഒരു ചിന്ത നമ്മിലേക്ക് കടന്നു വരണ്ട. അല്ലാ, നീ കാക്കണം അല്ലാ. റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹ്, മുഹമ്മദുർ റസൂലുള്ളാഹ്. സ്നേഹത്തിന്റെ കടലാണ് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബ് തങ്ങളെ നല്ലോണം ഇഷ്ടം വെക്കണം. അത് നമുക്ക് സാധ്യമാകണം. ദുനിയാവിലും രക്ഷയാണ്, ഖബറിലും രക്ഷയാണ്, മഹ്ശറയിലും രക്ഷയാണ്. മദീനത്ത് പോയി ചില ആളുകൾ അവരുടെ പൊട്ടിക്കരച്ചലുകളും സലാമുകളും കേൾക്കുമ്പോ പച്ചക്കുബ്ബ കണ്ട് പൊട്ടി പൊട്ടി വിങ്ങി വിങ്ങി കരയുന്ന ആളുകൾ, മണിക്കൂറുകളായി മദീന വിട്ടുവരാൻ കഴിയാതെ എന്തോ ഒന്നവിടെ പിടിച്ചു വലിക്കുന്ന പോലെ ഹബീബിന്റെ ചാരത്തിരുന്ന് കണ്ണീരൊലിപ്പിക്കുന്നവർ, ഹബീബിനെ കണ്ട് സംസാരിക്കുന്നവർ, ഹബീബിന്റെ ചാരത്തിരുന്ന് ധാരധാരയായി കണ്ണുനീരൊഴുക്കുന്നവർ, മദീനത്തെത്തിയില്ലെങ്കിലും നാട്ടിലിരുന്ന ഹബീബ് തങ്ങളെ പേരിൽ ധാരാളം സ്വലാത്തുകൾ ചൊല്ലിയ ഹബീബ് തങ്ങൾ വിളിക്കാതിരിക്കില്ല. റബീഉൽ അവ്വലിൽ ഹബീബിന്റെ പേരിൽ ശീരണി കൊടുത്തയാള് പറയുകയാണ്, അവർക്കതാ ഹബീബിന്റെ ചാരത്തോട്ടുള്ള വിളിയാളം വരികയാണ്. കോടാനുകോടി അമലുകളോ സദഖകളോ സലാത്തുകളോ അല്ല, മുത്ത് റസൂലുള്ളാഹിന്റെ പേരിൽ രഹസ്യമായി സദഖകൾ ചെയ്തപ്പോ ഹബീബ് തങ്ങൾ മദീനയിലേക്ക് വിളിച്ചുപോയില്ലേ? ഹബീബിന് വേണ്ടി ചെയ്തതൊന്നും വെറുതെയല്ല. ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി, അല്ലാഹുവിന്റെ റഹ്മത്ത് ഏതാണ്? മുഹമ്മദുർ റസൂലുള്ളാഹ്.
ആ ഹബീബിനെ ധാരാളം ഇഷ്ടം വെക്കുന്നവരാകണം. മുത്ത് റസൂൽ എനിക്ക് ഇഷ്ടമാണോ? നിങ്ങൾ നിങ്ങളോട് ചോദിക്കണം. ഹബീബ് തങ്ങളുടെ പാട്ടുകൾ സ്റ്റേറ്റസുകളിൽ വന്നതുകൊണ്ട് മാത്രമായില്ല. വേണ്ടാന്നല്ല, വേണം, അത് മാത്രമാകണം, നല്ലതാണ്. ഹബീബിന് സ്വലാത്ത് ചൊല്ലാൻ മറന്നു പോകരുത്. ഹബീബിന്റെ പേരിൽ ലക്ഷോപലക്ഷം സ്വലാത്തുകൾ ചൊല്ലിയവരാരോ അവർ ഹബീബിന്റെ കൂടെയാ. ഉമ്മ, ഹജ്ജ് നഷ്ടപ്പെട്ടാലും സ്വലാത്ത് നഷ്ടപ്പെടൂല, ഉംറ നഷ്ടപ്പെട്ടാലും സ്വലാത്ത് നഷ്ടപ്പെടൂല, ഏത് സദഖ നഷ്ടപ്പെട്ടാലും നഷ്ടപ്പെടാത്തൊരു അമലുണ്ട്. റഹ്മത്തുല്ലിൽ ആലമീന മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിലുള്ള സ്വലാത്താണ്. ധാരാളം സ്വലാത്തുകൾ ഹബീബിന്റെ പേരിൽ ചൊല്ലണം. കാരുണ്യത്തിന്റെ കടലാണ് മുത്ത് റസൂലുള്ളാഹ്. അവിടെ നിന്ന് ചെയ്യാത്ത കാരുണ്യം എന്താണ്? മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജുലൈബീബ് എന്ന് പറയുന്ന സൗന്ദര്യമില്ലാത്തൊരു സ്വഹാബി വര്യൻ, കാണാൻ ചന്തമുള്ളയാളല്ല, കാണാൻ